We'll start from the beginning. What I already mentioned about the forerunner of Bharatiya Janata Party. ഇപ്പൊ ഇന്ത്യയില് അധികാരത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MP പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ ഇന്ത്യനെ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോ വി ഓൾ നോ ദിസ്. അപ്പൊ ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫോർ റണ്ണർ അങ്ങനെ ഒരു വാക്കുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പഴയ ബാക്കപ്പാണ് ഭാരതീയ ജനസംഘ്. ഈ ഭാരതീയ ജനസംഘിന്റെ ഫൗണ്ടർമാരില് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ദീൻ ദയാൽ ഉപാധ്യായ. ഓക്കെ, സോ ദീൻ ദയാൽ ഉപാധ്യായ എന്നൊരാളുണ്ട്. വൺ ഓഫ് ദ ഗാന്ധിയൻ സോഷ്യലിസ്റ്റിക് ഒരു ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പറയും. അപ്പൊ ഈ ദീൻ ദയാൽ ഉപാധ്യായയുടെ അല്ലെങ്കിൽ അയാൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു ഭാരതീയ ജനസംഘ്. ആ പൊളിറ്റിക്കൽ പാർട്ടി പിന്നീട് ഷേപ്പ് മാറി ഇപ്പൊ നിങ്ങൾ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയായി. ആ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അവര് കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റിന്റെ സ്കീമുകൾക്ക് അവരുടെ ആൾക്കാരുടെ പേരിടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോൺഗ്രസ്സുകാര് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാ ആവാസ് യോജന, രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യകരൺ യോജന, ജവഹർലാൽ നെഹ്റു അർബൻ റിനോവേഷൻ യോജന, ഇങ്ങനെയൊക്കെ അവർ പേരിടാറുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചെയ്യുന്നതാണ്, അവരവരുടെ നേതാക്കന്മാരുടെ പേരിടുക. അതുപോലെ BJP ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്തെങ്കിലും സ്കീമുകൾ വരുമ്പോൾ അവരുടെ ഫൗണ്ടർമാരുടെ പേരുകൾ. അതാണ് നിങ്ങൾ ഇന്ത്യയില് ഫെമിലിയർ അല്ല, കാരണം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ദീൻ ദയാൽ ഉപാധ്യായ ആണ്. പക്ഷെ കോൺഗ്രസ്സുകാരുടെ കാലത്തായിരുന്ന സമയത്ത് അവരുടെ ആൾക്കാർക്ക് കൂടുതൽ പേര് കൊടുക്കുന്നത് കൊണ്ട് ഈ പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ പേര് പലപ്പോഴും വരാറില്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്കീമുകൾക്കും ദീൻ ദയാലിന്റെ പേര് കാണാൻ പറ്റും. സോ ഓക്കെ, സോ ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ജീവിക്കാനുള്ള മാർഗം റൂറൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദീൻ ദയാൽ അന്ത്യോദയ യോജന. കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, 17 സ്റ്റേറ്റ് റൂറൽ ലിവ്ലിഹുഡ് മിഷൻസ് SRLMs ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പല മേഖലകളില് പല രീതികളില് സ്വയം തൊഴിൽ, അതായത് നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ ഒക്കെ ഉണ്ടാക്കി അവരിലേക്ക് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ഏത് വർഷമാണ് ഇത് ലോഞ്ച് ചെയ്തത്? 2011 തൊട്ടാണ്. ഓക്കെ, അപ്പൊ തന്നെ ഒരു ചോദ്യം വരും, 2011 എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത്. അല്ല, പക്ഷെ റീസെന്റ് ആയിട്ടാണ് അവർ ആ പേര് മാറ്റിയത്. പഴയ പേരുകൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, NRLM. അതിനെ പിന്നീട് പല പല പേരുകൾ വ്യത്യാസം വന്ന് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലെവലിലേക്ക് വരുവാണ്. അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഉദ്ദേശം എന്താണ്? പോവർട്ടി അലീവിയേഷൻ ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അൾട്ടിമേറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് ടു ഇംപ്രൂവ് ദ റൂറൽ പുവേഴ്സ്. അപ്പൊ നമുക്കറിയാം, ലോകത്തിലെ പോപ്പുലേഷനിലെ ഒരു ഔട്ട് ഓഫ് 6 ഒരു 1% ഇന്ത്യൻ പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇന്ത്യൻ പോപ്പുലേഷനില് പോവർട്ടിയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ വലിയ ജനങ്ങളുടെ പട്ടിണിയിൽ വ്യത്യാസം വരും. അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാവരും ഭയങ്കര റിച്ച് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഗ്ലോബൽ ലെവലിൽ റിച്ച് ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പം പാവം വളരെയധികം സാമ്പത്തികമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒഴിവാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും പോയിന്റ് ക്രിസ്റ്റി, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കൂ, ഞാൻ കട്ടായി പോയി വീണ്ടും. എവിടെ കേട്ടു ക്രിസ്റ്റി? ഹലോ സർ.
എവിടം വരെ ഹലോ. ഞാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റി? സർ അത് പോവർട്ടി കട്ടായി അലിവിയേഷൻ പോയോ? പറഞ്ഞു. അവിടം വരെ എത്തിയില്ലേ? ഓക്കെ, ശരി. ഓക്കെ, സോ നോക്കൂ, നമ്മള് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് പോവർട്ടി അലിവിയേഷന് വേണ്ടി ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുമ്പോൾ ആ ഫണ്ടിൽ കണക്ക് വേണ്ടേ, കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി വേണ്ടേ, അക്കൗണ്ടബിലിറ്റി വേണ്ടേ, കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ബുക്കുകൾ കാര്യങ്ങൾ സൂക്ഷിക്കണ്ടേ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രോഗ്രാമിൽ നോക്കണം. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട്. ബാക്കിയുള്ള ജസ്റ്റ് സ്റ്റോറീസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഫിനാൻഷ്യലി ആയിട്ട് ആൾക്കാരുണ്ടോ? അറ്റ്ലീസ്റ്റ് വൺ വുമൺ മെമ്പർ ഫ്രം ഈച്ച് ഐഡന്റിഫൈഡ് റൂറൽ പുവർ ഹൗസ് ഹോൾഡ് ടു ബി ബ്രോട്ട് അണ്ടർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നെറ്റ്വർക്ക്. ശരിക്കും പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുടുംബശ്രീ സംവിധാനങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വയം സഹായ സംഘങ്ങൾ. അവർക്ക് തന്നെ ഞാൻ ഓഡിബിൾ ആണോ? ബ്രേക്ക് ആകുന്നുണ്ടോ? എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിബഡി? കേൾക്കുന്നുണ്ടല്ലോ, ബ്രേക്ക് ആവുന്നില്ലല്ലോ. ഇല്ല സാർ. യെസ്, താങ്ക് യു. ശ്രീലക്ഷ്മി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശ്രീലക്ഷ്മി KV കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ, ശരി, ഫൈൻ. അപ്പോ ഇതാണ് നമ്മൾ എന്താ പറഞ്ഞേ, ദീൻ ദയാൽ അന്ത്യോദയ യോജന. പഴയ പേരാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജനയുടെ പഴയ പേരാണ് NRLM. പുതിയ പേര് DA ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് കോമൺ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത് ലോഞ്ച് ചെയ്തത്? ഈ അന്ത്യോദയ യോജനയുടെ ഉദ്ദേശം എന്താണ്? പോവർട്ടി അലിവിയേഷൻ ആണ്. ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള വഴികൾ കണ്ടുപിടിച്ചു കൊടുക്കുക എന്നുള്ളത്. Okay, so this is the first topic. Today's first topic, what we discuss is about the Deen Dayal Antyodaya Yojana. Second important topic is about the Nano DAP. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കൺസെപ്റ്റ് ആണ് നാനോ DAP എന്ന് പറയുന്നത്. അപ്പൊ നാനോ DOP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്റ്റർ റീസെന്റ് ഒരു ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു കാല പർപ്പസിന് വേണ്ടി വലിയ വലിയ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതിന് നമ്മൾ ഇടക്കാല കുറച്ചു കാലത്തേക്കുള്ള ബജറ്റ് അഥവാ ഇൻട്രിം ബജറ്റ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞപ്പോ ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോവാന്ന് വിചാരിച്ചു. ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും, ഉടനെ ഇലക്ഷൻ നടക്കുവാണെങ്കിൽ ഇപ്പൊ വലിയൊരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവൂലേ? അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വലിയ ബജറ്റ് അവതരിപ്പിക്കാതെ ചെറിയ ബജറ്റ് അവതരിപ്പിക്കും. അങ്ങനെയുള്ള ബജറ്റുകളെയാണ് ഇൻട്രിം ബജറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഇൻട്രിം ബജറ്റില് ഫിനാൻസ് മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് നാനോ DAP ഓൺ വേരിയസ് ക്രോപ്സ് ഇൻ ഓൾ ദ അഗ്രോ ക്ലൈമാറ്റിക് സോൺ. അതായത് നിങ്ങൾക്ക് ഇത് ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, കൃഷിയിൽ അല്ലെങ്കിൽ വിളകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് സാധനമാണ് ഈ നാനോ DAP. അപ്പൊ എന്താണ് ഈ നാനോ DOP എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇറ്റ് ഈസ് നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അതൊരു വളമാണ്, ഫെർട്ടിലൈസർ ആണ്, അഡ്വാൻസ്ഡ് അഗ്രികൾച്ചർ ഫെർട്ടിലൈസർ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളോട് തന്നെ ചോദിക്കാം, കൃഷിയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓക്കെ, നോക്കട്ടെ. യമുന കൃഷി അറിയാമോ? യമുന ഉണ്ടോ ഇവിടെ? യമുന പ്രസാദ്. എന്താ സാർ? യമുന പ്രസാദ് അവസാനമായിട്ട് നട്ട ചെടി എവിടെ, എത്ര മുമ്പാ? ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ഓക്കെ, അഫോൺസ ലാസ്റ്റ് ആയിട്ട് എന്നാ ചെടി നട്ടെ? ഒരു ചെടി നട്ടത് എന്നാ? എൻവയറൺമെന്റ് ഡേ ഏത് വർഷം ഞാൻ ചോദിക്കുന്നില്ല, പോട്ടെ. നിമിഷ PH ലാസ്റ്റ് ആയിട്ട് ഒരു ചെടി നട്ടത് എന്നാ? ഓർമ്മയില്ല സർ. പിള്ളേരെ, നിങ്ങൾ എന്തെങ്കിലും പലപ്പോഴും കൃഷിപരമായിട്ടുള്ള തമാശകൾ നടത്തും. അപ്പൊ നമ്മൾ എന്ത് സാധനങ്ങൾ നടുവാണെങ്കിൽ ഇപ്പൊ കൃഷിയായിട്ടല്ലേ ക്രോപ്പായിട്ട് ബന്ധപ്പെട്ട്. അർജുനെ, നീ എന്തെങ്കിലും നട്ടിട്ടുണ്ടോടാ? സാറേ ഞാൻ ഇന്ന് നട്ടുള്ളൂ. എന്താടാ നട്ടെ? ഇന്ന് NSS ഡേ ആയിരുന്നില്ലേ, അപ്പൊ സ്കൂളില് മരം നടണ. വെരി ഗുഡ്. എല്ലാരും ഓരോ നട്ടോ? അതോ എങ്ങനെ നിങ്ങളുടെ പരിപാടി എങ്ങനെ നടന്നത്?
ഇല്ല, ഞങ്ങൾക്കൊരു ചെറിയ ഗാർഡൻ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാരും കൂടി ഒരു ആ 3 തൈ നട്ടു. എന്തിന്റെ മരാന്ന് വല്ലതും അറിയാമോ? ഇല്ല. ഓക്കെ, സാരല്ല. ഇതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് സ്റ്റോറി എന്ന് വെച്ചാൽ, ശരിക്കും ഈ നമുക്കിതിൽ രസം മനസ്സിലാവില്ല. ഞാനൊരു 2008 ഞാൻ നിങ്ങളെ പോലെ തന്നെ, ഞാനും മരം നട്ടൊന്നുമില്ല. എന്നാലും 2008 എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു മറന്നുപോയത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കുന്ന സമയമാണ്. ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മരം വെച്ച് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കിട്ടും. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങള് ഈ മരത്തിന് ഒരു പേരിടണം, ഈ ചെടി ഒരു പേരിടുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നടുക. ഇത് തിരുവനന്തപുരത്ത് വെച്ചാൽ നടക്കണം. അപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് നടുക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു മരം, ഞാനും വേറൊരു കൂട്ടുകാരനോട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരൂടെ ഈ മരത്തിന് ഒരു പേരിട്ടു. ആ പേരിട്ടിട്ട് ഞങ്ങള് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് നട്ടു. ഏറ്റവും രസം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇത് 2008 2008 എന്ന് പറയുമ്പോ ഏകദേശം 16 വർഷം. ഇപ്പോ വളരെ വലിയ സൈസില് ആ മരം അവിടെ നിൽക്കുന്നുണ്ട്. ലോകത്തിൽ ആർക്കും അറിയത്തില്ല ആ മരം എങ്ങനെ അവിടെ വന്നത്. കാരണം എനിക്ക് എന്റെ കൂട്ടുകാരന് മാത്രമേ ഇതിലൂടെ മരം നട്ടുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ബസ്സിലോ അല്ലെങ്കിൽ വണ്ടിയിലോ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ മരം നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. ബിക്കോസ് നമ്മള് അന്ന് ചെയ്ത കുഞ്ഞൊരു കാര്യമാണെങ്കിലും അത് ഭയങ്കര വലുതായിട്ട് അതിന്റെ ഇടയിൽ വലിയ ബസ് സ്റ്റോപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. അപ്പൊ ആ മരത്തിന്റെ പേരൊക്കെ എനിക്ക് മാത്രമേ അറിയൂ, എന്റെ കൂട്ടുകാരനും അവനും എനിക്ക് മാത്രമേ അതിന്റെ പേര് പോലും അറിയൂ. സോ അതിപ്പോഴും നിൽക്കുന്നുണ്ട്. സോ യു ജസ്റ്റ് ഡു വൺ തിങ്, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തമാശക്ക്. അപ്പൊ ഇതില് എന്ത് നിങ്ങൾ കൃഷി സംബന്ധമായി നട്ടാലും ആ ചെടിക്ക് വളരാൻ വേണ്ടി വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കമ്പോണന്റ് ആണ് ഈ അമോണിയം അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഈ അമോണിയം ഫോസ്ഫേറ്റുകൾ വളരെ കോമൺ. ഈ അമോണിയം ഫോസ്ഫേറ്റിലെ അമോണിയത്തിന്റെ ഫോസ്ഫേറ്റിന്റെ സോൾട്ട് ഒരു പ്രത്യേകത, ഭയങ്കര ന്യൂട്രിയൻസ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഈ അമോണിയം ഫോസ്ഫേറ്റ് വെരി ഹൈ ഗ്രേഡ് കണ്ടന്റ് ഓഫ് ന്യൂട്രിയൻ സോൾസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇടുവാണെങ്കിൽ, വളമായിട്ടൊക്കെ ഇടുവാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ബാക്ടീരിയ, ഈസ്റ്റ് പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, ഫെർമെന്റേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആവും. അപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അമോണിയം ഫോസ്ഫേറ്റ് DAP എഴുതിയിട്ടുണ്ടോ? മോണോ അമോണിയം ഫോസ്ഫേറ്റുകളാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. എന്നാൽ ബജറ്റിൽ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സ്വാഭാവികമായിട്ടും മോണോയിൽ ഡൈയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ചെടി വളർച്ചയുടെ സ്പീഡ് കൂട്ടും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ മേഖലകളിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം യുണീക് ലിക്വിഡ് ഫെർട്ടിലൈസർ പ്രൊഡക്റ്റ് കണ്ടെയ്ൻ നാനോ പാർട്ടിക്കിൾസ് ഓഫ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, വളരെ ചെറിയ കണ്ടൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഉദ്ദേശം. ഇതിന്റെ അകത്ത് 8% 16% ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ബെനിഫിറ്റുകളാണ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വാട്ട് ഈസ് DAP? ഓക്കെ, നാനോ DAP. അപ്പം ഏത് ചെടി നടുമ്പോഴും ഏത് കെമിക്കൽ കമ്പോണന്റ് ആണ് വേണ്ടതെന്നും ആ കെമിക്കൽ കമ്പോണന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുമാണ് ഞാനിപ്പോ ഈ ഒരു നോട്ടിൽ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതുമായിട്ട് അസോസിയേറ്റ് ഓർത്ത് വെക്കേണ്ടത്, ഈ അമോണിയം ഫോസ്ഫേറ്റ് പല ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ അമോണിയം ഫോസ്ഫേറ്റ് നമ്മള് തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും, ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. സോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ ടോപ്പ് അതിലും ഉള്ള ഒരു സാധനമാണ് ഈ അമോണിയം ഫോസ്ഫേറ്റ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ ഫാക്ട്. നെക്സ്റ്റ്, അടുത്തതാണ് ഡിജി യാത്ര. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡിജിറ്റൽ ആയിട്ടുള്ള എന്തോ ഒരു സംവിധാനം ഉപയോഗിച്ച് യാത്രയ്ക്ക് സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഡിജി യാത്ര. ഡിജി യാത്ര എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് ഒരു എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി വേറൊരു സ്ഥലത്ത് ഇറങ്ങണം. അപ്പം നമുക്കൊരു ബസ് പിടിക്കാൻ വേണ്ടി നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുന്നു. അതുപോലെ തന്നെയാണ് വിമാനം കിട്ടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാം. അപ്പൊ വിമാനം കിട്ടാൻ എയർപോർട്ടിൽ പോകുമ്പോൾ ട്രെയിനിലും കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടാകും. കാരണം വിമാനം ആകാശത്തൂടെ പോകുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ പ്രശ്നം ഉണ്ടാവുകയോ താഴോട്ട് വീണ് കഴിഞ്ഞാൽ
താഴെയുള്ള വലിയ ഒത്തിരി ആൾക്കാർക്ക് മരണം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് വിമാനത്തിലുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ചെക്കപ്പ് വിമാനയാത്രകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസുണ്ട്, DGCA അഥവാ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇവര് ഡിജി യാത്ര ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു നിയമങ്ങൾ കൊണ്ടുവന്നുള്ള. വേറെ ഒന്നുമില്ല, ഞാനിപ്പോ അങ്ങോട്ട് വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്റെ ഐഡന്റിറ്റി കാർഡ്, ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് എന്റെ കയ്യിലുള്ള വെരിഫൈ ചെയ്യും, എന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യും. ഇങ്ങനെ കുറെ പ്രോസസ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ, ഇത് കാരണം ഭയങ്കര ഡിലേ ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡിജിറ്റലൈസ് ചെയ്താൽ കുറച്ചുകൂടെ സ്പീഡ് ആവില്ലേ? അതിനുവേണ്ടി ഒരു ഡീസെൻട്രലൈസ്ഡ് മൊബൈൽ വാലറ്റ് ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതായത് ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ, അതായത് എയർപോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെ എന്നെ സ്കാൻ ചെയ്ത് എന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആ മെഷീന്റെ അകത്തൂടെ നടന്നു പോയാൽ മാത്രം മതി. എവരിബഡി പ്ലീസ് ഹോൾഡ് ഓൺ 1 minute. Okay, sorry for inconvenience. എന്റെ സൗണ്ട് കേൾക്കാമോ? അലീന, സൗണ്ട് കേൾക്കാം? ആ സാർ കേൾക്കാം. യെസ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ് വിളിച്ചത്. ഒരു എയർപോർട്ടിന് ഇറങ്ങുവാണ്, അപ്പൊ അതിന്റെ ഡൗട്ടാണ് അയാൾ ചോദിച്ചത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ. ഡിജി യാത്ര ഒരു ഡീസെൻട്രലൈസ്ഡ് മൊബൈൽ വാലറ്റ് ബേസ്ഡ് ഐഡന്റിറ്റി മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. അതായത് എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ തന്നെ മെഷീൻസ് വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ മെഷീന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയാൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പം എന്റെ അടുത്ത് എന്താണ് ചോദിച്ചത്? എന്നെ ഒന്ന് ടച്ച് ചെയ്യണ്ട, കോണ്ടാക്ട്ലെസ് സീംലെസ് പ്രോസസിംഗ് ഓഫ് പാസഞ്ചർ അറ്റ് ദ എയർപോർട്ട് ബേസ്ഡ് ഓൺ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി അഥവാ FRT. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടോ? എന്റെ മുഖം സ്കാൻ ചെയ്യുന്ന മെഷീൻസ് ഉപയോഗിച്ച് ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ എന്നെ അവർ സ്കാൻ ചെയ്ത്, ഓക്കെ ഇയാളെ നമുക്ക് പരിചയമുണ്ട്, ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇയാളെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല, കയറ്റിവിട് എന്ന് പറയുന്ന ലെവലിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടെക്നോളജി വരും. സോ ദാറ്റ് ഇസ് ഡിജി യാത്ര. ഏത് മിനിസ്ട്രി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇവിടെ എന്ത് വേണ്ട? ഒരു പേപ്പറോ ഡോക്യുമെന്റ്സോ ഒന്നും കൊടുക്കണ്ട, പേപ്പർലെസ്. പിന്നെ സെൻട്രലൈസ്ഡ് അല്ല, എയർപോർട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വെരി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അവരുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ എല്ലാം സേഫ് ആയിട്ട് അവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എയർപോർട്ടുകളിൽ ഇത് വന്നിട്ടുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡിജി യാത്ര എന്ന് പറയുന്നത് നോക്കിക്കോണ്ടോ, ഡിജി യാത്ര ഫൗണ്ടേഷൻ ഇറ്റ് ഇസ് എ ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI കൂടാതെ മറ്റ് എയർപോർട്ടുകളും ഈ ടെക്നോളജിയിൽ അവരവരുടെ ഷെയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെക്നോളജി ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നോക്കൂ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 26% അതിന്റെ ഷെയർ ഹോൾഡിംഗ്, അതായത് അതിന്റെ ഓണർഷിപ്പ് സ്റ്റേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട്, ഡൽഹി എയർപോർട്ട്, ഹൈദരാബാദ്, മുംബൈ, നമ്മുടെ കൊച്ചി എയർപോർട്ട്, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് പലപ്പോഴായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. 2 എയർപോർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തു, വാരണാസിയിലും ബാംഗ്ലൂരും 2022. പിന്നീട് നമ്മുടെ പൂനെയിലും, വിജയവാഡ, കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദിലും ഇംപ്ലിമെന്റ് ചെയ്തു. റീസെന്റ്
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വർഷം ആദ്യമാണെന്ന് തോന്നുന്നു നമ്മുടെ കൊച്ചി എയർപോർട്ടിലും ഇത് ലോഞ്ച് ചെയ്ത് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിജി യാത്ര. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പൊ മറന്നു പോരുത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഡിജി യാത്ര. അടുത്ത ഏതാണ്? സീവീഡ് കൾട്ടിവേഷൻ. ഓക്കെ, സീവീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പായൽ പോലത്തെ നമ്മുടെ കടൽ പായലുകൾ അല്ലെങ്കിൽ കടലിലുണ്ടാവുന്ന ചെറിയ ചെടികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ സീവീഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ആൽഗെ എന്നും പറയും. ആൽഗെ എന്ന് പറഞ്ഞാൽ പായൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു മാക്രോ ലെവൽ പായൽ. അപ്പൊ ഈ പായൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൾട്ടി സെല്ലുലാർ, കടലിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലെവലിലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളാണ്. അപ്പൊ ഈ ജീവികളെയാണ് പലപ്പോഴും ഈ മീനും അങ്ങനെയുള്ള ജീവികൾ പിടിച്ചു നിന്ന് ഈ മറൈൻ ലൈഫ് കംപ്ലീറ്റ് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മള് പല പേരില് അറിയപ്പെടും. അപ്പൊ ഈ ഒരു ജീവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടലില് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നമ്മുടെ ഇപ്പം കടലിൽ നോക്കിയാൽ നമ്മൾ ചെടി നടുന്നതാണ്, ചെടി നട്ടു കഴിഞ്ഞാൽ ചെടി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെയാണ് വെള്ളത്തിനടിയിലുള്ള ഇങ്ങനെയുള്ള ആൽഗകൾക്ക് പ്രത്യേകത എന്താ വെച്ചാല് ദേ പ്ലേ ഡെഫിനറ്റ്ലി എ വൈറ്റൽ റോൾ ഇൻ ക്യാപ്ചറിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. വെള്ളത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഓക്സിജൻസ് വെള്ളത്തിൽ കിടക്കുന്ന ആ ഓക്സിജൻസ് ആണ് മീനുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്കും ലൈഫിന് മുന്നോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് സീവീഡ്. അപ്പം ഇതിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ, ഇതിലും കുറവ് വന്നു കഴിഞ്ഞാൽ ഈ മറ്റ് സസ്യജീവികളെല്ലാം ചത്തൊടുങ്ങുന്നത് കൊണ്ട് അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ വി ഹാവ് എ കോൺഫറൻസ്, ഫസ്റ്റ് കോൺഫറൻസ് ആണ് നാഷണൽ കോൺഫറൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് സീഡ് കൾട്ടിവേഷൻ. എവിടെയൊക്കെയാണ് കണ്ടോ? ഗുജറാത്തിന്റെ കോത്വാറിലും കച്ചിലും ആണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ പുരുഷോത്തം റുപാല അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിലാണ് നമ്മൾ ഈ സാധനം ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇതിന്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെടികൾ നടുക, വെള്ളത്തിനടിക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ നടുമ്പോ ഈ ചെറിയ ചെറിയ ജീവികൾക്കും ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലെ തന്നെ ജീവികൾക്കും ഒക്കെ എന്താ ഭക്ഷണങ്ങളായി അത് കഴിച്ച് അവിടുത്തെ നമ്മുടെ കടൽ സംബന്ധമായിട്ടുള്ള സമ്പത്തിൽ വ്യത്യാസം വരുന്നു. സോ മോസ്റ്റ് ഓഫ് ദിസ് പോയിന്റ് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, സോ വേറൊന്നും അതിൽ നമുക്ക് ഓർത്തു വെക്കാനായിട്ടില്ല. അപ്പം ദാറ്റ് ഈസ് അബൌട്ട് ദ സീവീഡ് കൾട്ടിവേഷൻ. ഈ പോയിന്റ്സ് ജസ്റ്റ് ബാക്കിയുള്ളത് നിങ്ങൾ വായിക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഷാലോ വാട്ടർ, ടൈഡൽ സോണിലൊക്കെ ഇത് പണിയുന്നുള്ളത് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. ആൻഡ് ഫൈനൽ ടോപ്പിക് ഈ ഒരു PDF-ലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് യൂണിഫോം സിവിൽ കോഡ്, UCC. ഓക്കെ, UCC എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാധനം. UCCയുടെ ഒരു ബാക്കപ്പ് സ്റ്റോറി നിങ്ങൾ ചുമ്മാ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ UCCക്ക് ഒരു ഒറിജിൻ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, ദാറ്റ് ഈസ് ഇൻ 1835, 1835 ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉദ്ദേശം, എന്റെ റിപ്പോർട്ടിന്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. തെറ്റുകൾ അല്ലെങ്കിൽ റോങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് ക്രിമിനൽ റോങ്ങുകൾ, ക്രിമിനൽ തെറ്റുകൾ ഉണ്ടാവാം. മറ്റേത് സിവിൽ തെറ്റുകൾ ഉണ്ടാവാം. അപ്പൊ രണ്ട് ടൈപ്പ് തെറ്റുകൾ നമുക്കുണ്ട്. ഒന്ന് ക്രിമിനൽ തെറ്റും, മറ്റേത് സിവിൽ തെറ്റും. ജസ്റ്റ് വൺ മോർ സെക്കൻഡ് എവരിബഡി. സനീഷ കേൾക്കാമോടാ? സൗണ്ടിന്റെ ക്ലിയർ ആണോ? ബ്രേക്ക് ആയോ? ഞാൻ കേൾക്കാം സാർ. സനീഷ് കേൾക്കാം. അപർണ ഓഡിബിൾ ആണോ? ഞാൻ ഓക്കെ. യൂണിഫോം സിവിൽ കോഡ്. അപ്പോ എനിക്ക് ഇന്ത്യയിൽ രണ്ട് തെറ്റുകൾ ചെയ്യാൻ പറ്റും. ഒന്ന് ക്രിമിനൽ തെറ്റുകൾ ചെയ്യാൻ പറ്റും, സിവിൽ തെറ്റുകൾ ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ഒരാളുടെ മുഖത്ത് ഒരു കമ്പി വെച്ച് തല്ലി. അപ്പൊ അയാളുടെ മുഖത്ത് കമ്പി വെച്ച് തല്ലുവാണെങ്കിൽ അയാളുടെ മുഖം പൊട്ടിപ്പോകും, അല്ലെങ്കിൽ മുഖം മുറിയും.
അങ്ങനെയുള്ള തെറ്റുകളെ നമ്മൾ എന്ത് പറയും? ക്രിമിനൽ തെറ്റാണെന്ന് പറയും. ഓക്കെ, ക്രിമിനൽ കുറ്റം ഞാൻ ചെയ്തു. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ തനിക്ക് 2000 രൂപ ഒരു ദിവസം തരാം എന്ന് പറഞ്ഞ് ഞാൻ അയാളുമായിട്ട് ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ആ പൈസ കൊടുത്തില്ല. അപ്പൊ അത് തെറ്റല്ല, അത് സിവിൽ തെറ്റാണ്. സിവിൽ തെറ്റ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്. ഒന്ന് ക്രിമിനൽ ഒഫൻസുകളും മറ്റേത് സിവിൽ ഒഫൻസുകളും. 2 ടൈപ്പ് ഓഫ് ഒഫൻസസ് ആണ്, ക്രിമിനൽ ആൻഡ് സിവിൽ ഒഫൻസസ്. ഓക്കെ, അപ്പൊ ഈ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്താൽ, ഇന്ത്യയിൽ തെറ്റുകൾ ചെയ്താൽ തെറ്റുകൾക്ക് വേണ്ടി ഏത് തെറ്റാണ് ആ തെറ്റിനുള്ള ശിക്ഷ അവൈലബിൾ ആണ്. അതിനുവേണ്ടി പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പണ്ട് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ്. ഈ ജൂലൈ മാസം തൊട്ട് അത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ BNS പേരിലുമായി. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് എന്ന സാധനം ഉണ്ടെന്നും, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഇങ്ങനെയുള്ള സിവിൽ തെറ്റുകൾ ചെയ്യുവാണെങ്കിൽ, ക്രിമിനൽ തെറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന, എന്നാൽ ക്രിമിനൽ തെറ്റുകൾക്കാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കിട്ടുന്നത്. എന്നാൽ സിവിൽ തെറ്റുകൾ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചെക്ക് കൊടുത്ത് പറ്റിച്ചു, കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചു, അതൊക്കെ ഒരു എഗ്രിമെന്റ് പോലെ. അങ്ങനെയുള്ള സിവിൽ തെറ്റുകൾ ചെയ്യുവാണെങ്കിൽ അതിന് എല്ലാവർക്കും ഒരേപോലെയുള്ള ശിക്ഷ അല്ല. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഞാൻ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ ജെൻഡറിലോ ആണെങ്കിലും ഇന്ത്യൻ പീനൽ തെറ്റൊരാൾ ചെയ്താൽ ആ പീനൽ കോഡ് എന്നുള്ള പുസ്തക പ്രകാരം അയാൾക്ക് ശിക്ഷ കിട്ടും. ജയിലിൽ പോവാം, ചിലപ്പം തൂക്കിക്കൊല്ലാം, ചിലപ്പം ജയിലിൽ പിടിച്ചിടാം, ഇങ്ങനെ അവിടെ ഒരു തിരിച്ചു വ്യത്യാസമില്ല. എന്നാൽ സിവിൽ തെറ്റുകൾ വരുമ്പോൾ, ഇപ്പൊ ഉദാഹരണം വിവാഹം, ഹിന്ദു വിവാഹങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ വിവാഹങ്ങളാണെങ്കിലും മുസ്ലിം വിവാഹങ്ങളാണെങ്കിലും, ഓക്കെ, ക്രിസ്ത്യൻ കല്യാണം, ഉദാഹരണം ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദു കല്യാണം കഴിച്ചാൽ എനിക്ക് ആ ഹിന്ദു പെൺകുട്ടീനെ ഡിവോഴ്സ് ചെയ്യാന്നുള്ള പരിപാടി. കാരണം എന്താ? ഒരു നിയമപ്രകാരം എനിക്ക് ഡിവോഴ്സ് ചെയ്യാം, പെൺകുട്ടിക്ക് ഡിവോഴ്സ് ചെയ്യാം, പ്രശ്നമില്ല. ഒരു മുസ്ലിം കല്യാണത്തിൽ ഹിന്ദു കല്യാണത്തിലെ അതേ ഫോർമാറ്റിലല്ല മുസ്ലിം വിവാഹത്തിന്റെ ഡിവോഴ്സ് കാറ്റഗറി. അവിടെ വേറൊരു മുസ്ലിം ലോ എന്ന് പറഞ്ഞ് വേറൊരു നിയമം വരുന്നുണ്ട്. എന്നാൽ ഈ രണ്ടുമായിട്ടും ബന്ധമില്ലാത്ത ക്രിസ്ത്യൻ വിവാഹമാണല്ലോ. ക്രിസ്ത്യൻ വിവാഹത്തിൽ ഡിവോഴ്സ് എന്നൊരു കൺസെപ്റ്റ് തന്നെ ആ ഒരു ക്രിസ്ത്യൻ ലോയിൽ പറയുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഒരാള് ക്രിമിനൽ തെറ്റ് ചെയ്താൽ ഏത് കാറ്റഗറിയിലാണോ അയാൾ പെടുന്നതെന്നൊന്നും നമ്മൾ നോക്കുകയില്ല. ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള പുസ്തകം വെച്ചിട്ട് അയാളെ ശിക്ഷിക്കും, അയാൾക്ക് ശിക്ഷ കിട്ടും. എന്നാൽ സിവിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. സിവിൽ തെറ്റുകളിൽ അയാൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചതെന്നനുസരിച്ച് 3 തരത്തിൽ അല്ലെങ്കിൽ 4 5 തരത്തിലുള്ള ശിക്ഷകളാണ് അയാൾക്ക് കിട്ടുക. എന്നാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കണ്ടോ, സിവിൽ എഴുതുന്നുണ്ടോ? എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള ശിക്ഷ. യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കല്യാണം ആയിക്കോട്ടെ, മുസ്ലിം കല്യാണം ആയിക്കോട്ടെ, ഹിന്ദു കല്യാണം ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് കല്യാണം ആയിക്കോട്ടെ, ജൈനോ പാഴ്സിയോ ഏത് ടൈപ്പ് കല്യാണം ആയിക്കോട്ടെ, ഈ യൂണിഫോം സിവിൽ കോഡ് പ്രകാരം ഡിവോഴ്സ് ചെയ്യാൻ പറ്റും, ഒറ്റ ഫോർമാറ്റിൽ മാത്രം. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ്, ഒരു ഡ്രാഫ്റ്റ്, കരട് രൂപം ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് ഈയിടെ കൊണ്ടുവന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ മൊത്തം ത്രൂ ഔട്ട് ഇന്ത്യൻ ടെറിട്ടറിയിൽ നടപ്പിലാക്കണം എന്നാണ് പറയാം. അപ്പൊ ഇതിനൊരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ട്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ട് ഒരു കേസ് ഉണ്ട്, മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനോ in 1985. ഓക്കെ, ഷാബാനോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നുള്ള തീരുമാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള തീരുമാനം.
ഇപ്പൊ ഇന്ത്യൻ കോഡില് അതുപോലെ നിങ്ങൾക്കറിയാം CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ 125 പ്രകാരം ഇപ്പൊ ഷാബാനുവിന്റെ എക്സാമ്പിൾ ഷാബാനുവിന്റെ ഹസ്ബൻഡ് മുഹമ്മദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ഷാബാനുവിനെ കല്യാണം കഴിക്കുന്നു. ഷാബാനുവിന് 5 കുട്ടികളുണ്ടാവും. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം മുഹമ്മദ് ഖാൻ ഷാബാനുവിനെ മൊഴി ചൊല്ലുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഷാബാൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾക്ക് ചെലവ് കൊടുക്കാൻ വഴിയില്ലാതാവുന്നു. ഷാബാനു കേസ് കൊടുക്കുന്നു, എനിക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് ജീവിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഗവൺമെന്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കോടതി ആ പൈസ റെഡിയാക്കി തരുന്നു. അപ്പൊ അങ്ങനെ കോടതി ഇടപെടുന്നു. എന്നിട്ട് ആ കേസ് വളരെ വലിയ കേസായി പോകുന്നു. ആ കേസിന്റെ റിസൾട്ട് ആണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നുള്ള മൊറവിളിക്ക് ശക്തി. ഓക്കെ, സോ എന്താണ് ട്രിപ്പിൾ തലാഖ് എന്നൊരു കൺസെപ്റ്റ് ഒക്കെ റീസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത് കളഞ്ഞു. അങ്ങനെ ഷാബാനുവിന്റെ കേസിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഓക്കെ, ഷാബാനുവിന്റെ കേസില് ഗവൺമെന്റ് കൊണ്ടുവരുവാണ് മുസ്ലിം വുമൺ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓൺ ഡിവോഴ്സ് ആക്ട് 1926. ഓക്കെ, അതിന്റെ പ്രകാരം വുമണിന് മുസ്ലിം പെൺകുട്ടികൾക്ക് എന്ത് ചോദിക്കാം? ജീവിക്കാനുള്ള വരുമാനം, മെയിൻ്റനൻസ് എന്നാണ് നമ്മൾ പറയാ, മെയിൻ്റനൻസ് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ UCC. ജസ്റ്റിസിന്റെ ഭാഗമാണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. ജസ്റ്റ് അത് ബേസ് ചെയ്തിട്ട് ബാക്കി ഇതുണ്ടോ, ഹിന്ദു പേഴ്സണൽ ലോ ഉണ്ട്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ മുസ്ലിം പേഴ്സണൽ ലോ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് വൺ മോർ, ദാറ്റ് ഈസ് അതർ സെക്യുലർ ലോ, മറ്റു മതത്തിലുള്ളവർക്ക് അങ്ങനെ. ഇതിലൊന്നും പെടാതെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുള്ള ട്രൈബ്സ് അങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കുമ്പോൾ വേറെ നിയമങ്ങളാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എന്താ, ഇതൊക്കെ പൊളിഞ്ഞു പോകും, എല്ലാം കൂടെ ചേർത്ത് ഒറ്റ നിയമമാവും. അതാണ് യൂണിഫോം സിവിൽ കോഡ്. Okay, so what are the topics we discussed in this session? In this session, we talk about the first topic, that is Deen Dayal Antyodaya Yojana. Okay, and the second one we talk about is the Nano DAP. Okay, Nano DAP, ammonia. Third one is scanning facial recognition technology, that is about the DigiYatra. And next one is we have to understand about the seaweed cultivation and the importance of seaweed cultivation. And finally, we talk about the final topic, very important topic, Uniform Civil Code, Article 44 of the Indian Constitution. Okay, so നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, very important points. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ സൗമ്യ? ഇല്ല സർ, ക്ലിയർ ആണ്. Yes. 1 minute. Next. Yes. അനന്യ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നെക്സ്റ്റ് PDF. പറ്റുന്നുണ്ട് സർ. Okay, so next topic we deal with is 1 minute, motion of tanks. Okay, let's start this topic, motion of tanks. ഇപ്പോ എന്താണ് വേറെ പാർലമെന്റില് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ 2 ഹൗസുകളുണ്ട്, ലോകസഭയും രാജ്യസഭയും. അപ്പം രാജ്യസഭയും ലോകസഭയും ഓരോരോ കാര്യങ്ങൾ ഡിസ്കഷൻ എടുക്കാൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടി അവരെടുക്കും, കൺസിഡർ ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ ഡിസ്കഷൻ ഓൺ ദ മോഷൻ ഓഫ് താങ്ക്സ് ഓൺ ദ പ്രസിഡന്റ് മുർമുസ് അഡ്രസ്. അപ്പൊ ഇതില് പ്രസിഡന്റ് മുർമു എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഈ ദ്രൗപദി മുർമുവിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പാർലമെന്റിന്റെ ആദ്യത്തെ മീറ്റിംഗ്. എപ്പോഴാണോ പാർലമെന്റ് ആദ്യമായിട്ട് മീറ്റിംഗ് കൂടുന്നത്, ആ മീറ്റിംഗ് അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകതയുണ്ട്, എലക്ഷൻ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മീറ്റിംഗ് അഡ്രസ് ചെയ്യുന്നതും പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ഇതിന് ഇങ്ങനെ കുറെ പ്രത്യേകതകൾ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ ലോകസഭ രാജ്യസഭകൾ ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും കാര്യത്തിന് മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ ആ മീറ്റിംഗ് അഡ്രസ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? പ്രസിഡന്റ്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. Okay, so first, commencement of the first session after every general election
ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഈ സെഷൻസ് ഏത് സെഷനാണോ ഹൗസ് ഓഫ് ദ പീപ്പിൾ വരുന്നത്, പ്രസിഡന്റ് ഷാൽ അഡ്രസ്. അപ്പൊ പ്രസിഡന്റ് എപ്പോഴൊക്കെയാണ് അഡ്രസ് ചെയ്യുക? ഒന്ന്, എലക്ഷൻ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മീറ്റിംഗ് എവിടെ ആയിക്കോട്ടെ, ലോക്സഭ രാജ്യസഭയിൽ, രണ്ടിടത്ത് ആരെ അഡ്രസ് ചെയ്യും? പ്രസിഡന്റ്. അത് മാത്രമല്ല എല്ലാ വർഷവും ഫസ്റ്റ് സെഷൻ ഓഫ് എവറി ഇയർ അല്ലെ ഈച്ച് ഇയർ അതും പ്രസിഡന്റ് ആയിരിക്കും പ്രസംഗിക്കുക. അപ്പൊ പ്രസിഡന്റ് എന്താ അതിൽ പറയാൻ പോണേ? ആ വർഷം നടന്ന അച്ചീവ്മെന്റിനെ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് അതിലെല്ലാം കൃത്യമായിട്ട് പറയാം. ആ പറഞ്ഞ ഹൈലൈറ്റുകളെല്ലാം ആ എഴുതി വെച്ച ഹൈലൈറ്റുകൾ ഈ പാർലമെന്റിലെ ബാക്കി എല്ലാവരോടെ ചേർന്ന് എന്ത് ചെയ്യും? വോട്ട് ചെയ്ത് അതവരെ പാസ്സാക്കി. മോഷൻ പുട്ട് ടു വോട്ട് എന്ന് പറയും. അപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളായതുകൊണ്ട് പ്രസിഡന്റിന്റെ മോഷൻ ഓഫ് താങ്ക്സ്, നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു, ഇന്ത്യൻ കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, ഇന്ത്യൻ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഇങ്ങനെ പറയും. അതിന്റെ മോഷൻ ഓഫ് താങ്ക്സ് എന്ന് പറയും. അപ്പൊ പ്രസിഡന്റ് ഏതൊക്കെ സെഷൻസ് ആണ് ഈ അഡ്രസ് ചെയ്യുന്നത് ഞാൻ ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യൻ പ്രസിഡന്റിന് ഇതിനുള്ള അധികാരം കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 86 ആണ്. ഓക്കെ, 86 പ്രകാരമാണ് റൈറ്റ് ഓൺ ദ പ്രസിഡന്റ് ടു അഡ്രസ് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, ബോത്ത് ഹൗസ്. ഇനി 87ലോ സ്പെഷ്യൽ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് പ്രസിഡന്റ് അഡ്രസ് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ അഡ്രസ്. അപ്പം ആർട്ടിക്കിൾ 86, 87 എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാല് അത് ഓർത്ത് വെച്ചു. Okay, so that is the first topic about the motion of thanks. Okay, ഇനി നെക്സ്റ്റ് വൺ ഈസ് മൈ ഭാരത്. മൈ ഭാരത് എന്ന് പറഞ്ഞാൽ മേര യുവ ഭാരത്, ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. ഒരു വെബ്സൈറ്റ് ആണ്, പോർട്ടലാണ്. 1.45 crore യൂത്ത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ 3 മാസങ്ങളിൽ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങളും ചെയ്യാം. സോ മൈ മേര യുവ ഭാരത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി 2023 ലോഞ്ച് ചെയ്തതാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്പോർട്സ് ബന്ധമായിട്ട് മിനിസ്ട്രിയാണ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഓക്കെ, ലക്ഷ്യം എന്തായിരിക്കും? ചെറുപ്പക്കാർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഡിസ്കസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ആണ്. അപ്പൊ അത് ഗവൺമെന്റിന് കീഴിലല്ല, അവരൊരു ഓട്ടോണമസ് ആണ്, അവർ തന്നെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. സോ നമ്മുടെ ടെക്നോളജി മറ്റു കാര്യങ്ങളും ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു സംഭവം ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോർ ദ നാഷണൽ ബിൽഡിംഗ് ആണ്. ജസ്റ്റ് കഥയാണ്. അപ്പൊ അതില് എല്ലാ പ്രായത്തിലല്ല, യൂത്തിന്റെ 15 to 29 വയസ്സുള്ള ആൾക്കാർക്ക് നാഷണൽ യൂത്ത് പോളിസിയുടെ ഭാഗമായിട്ട് അതില് മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട ബെനിഫിറ്റ്, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ്, എല്ലാ സൗകര്യങ്ങളും, പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വെബ്സൈറ്റ് മേര യുവ ഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ. ഓക്കെ, രജിസ്റ്റർ ചെയ്യാം. Next important topics is the 8 core industries, ICI, index of 8 core. 8 core എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് 2023 തുടങ്ങിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കോൾ, നാച്ചുറൽ ഗ്യാസ്, സ്റ്റീല്, ഫെർട്ടിലൈസർ, റിഫൈനറി പ്രൊഡക്ട്സ്, സിമെന്റ്, ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇതിൽ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്ത് ഇതിന്റെ കണക്കുകളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇവരിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റില് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് സിമെന്റിലും കോള്, ക്രൂഡ് ഓയില്, ഇലക്ട്രിസിറ്റി, ഫെർട്ടിലൈസർ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റീൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടോ 40% ബിസിനസ് കംപ്രൈസ് ചെയ്യുന്നത് ഈ ഒരു 8 കോർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ ഇന്ത്യയില് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, IIP, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഈ പറഞ്ഞ 8 മേഖലകളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ 8 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് വീണ്ടും ചോദ്യം വരും. ഓക്കെ, അതിനുവേണ്ടി ഡിക്രീസിങ് ഓർഡറിൽ അതിന് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. റിഫൈനറി പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി, സ്റ്റീല്, കോള്, ക്രൂഡ് ഓയിൽ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ ഒരു ഓർഡറിലാണ് ഗ്രെറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊജക്ട്. ഓക്കെ, സോ ജസ്റ്റ് ഇതിലേക്ക് വെച്ചാൽ മതി. ഇതിന്റെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഗവൺമെന്റിന്റെ, ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT. ഓക്കെ, അവരാണ് ഈ സംഭവം കോർഡിനേറ്റ് ചെയ്ത്. Okay, so the next important topic which we need to understand is about the James Webb Space Telescope. James Webb Space Telescope. കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്പേസിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന
ടെലിസ്കോപ്പ് ആണ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ലോകത്തിലെ. നമുക്കറിയാം ഔട്ടർ സ്പേസിൽ കുറെ നമ്മുടെ ഗാലക്സി പോലെ വേറെ കുറെ ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികളുടെ ഒക്കെ സ്റ്റണ്ണിങ് ഇമേജസ് 19 സ്പൈറൽ ഗാലക്സിയുടെ ഇമേജസ് എടുത്തയച്ചു എന്ന് പറയും. നമുക്കത് കാണാനുള്ള ഭാഗ്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സെർച്ച് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. കുറെയൊക്കെ ഫോട്ടോസ് ഈ ഔട്ട്സൈഡിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 19 നിയർ ബൈ നമ്മുടെ ഗാലക്സിയുടെ അടുത്ത് കിടക്കുന്ന ഗാലക്സികളുടെ ഫോട്ടോസ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത് അയച്ചിട്ടുണ്ട്. അതിലുണ്ടോ കോൺസ്റ്റലേഷൻ വിർഗോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഫേമസ്. അപ്പൊ എന്താണ് ഈ ജെയിംസ് വെബ്? അതൊരു IR, അതായത് ഇൻഫ്രാറെഡ് ബേസ് ചെയ്തിട്ട് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. സൂര്യന്റെ ചുറ്റും കാണുന്ന രീതിയിൽ 2023 ഓരോ ഓർബിറ്റർ ഉപയോഗിച്ചു. നാസയാണ് അതിന്റെ ബാക്കപ്പ്, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അരിയൻ റോക്കറ്റ് ഉപയോഗിച്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സഹായത്തോടുകൂടി നമ്മൾ ഇത് ലോഞ്ച് ചെയ്തതാണ്. ഫ്രാൻസിലുള്ള ഫ്രഞ്ച് ആണ് ഈ സാധനം സ്പേസിലേക്ക് ലോഞ്ച് ചെയ്ത് സ്പേസിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലോകത്തിനെ സംബന്ധിച്ച് ഇത് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ സ്പേസ് സയൻസ് ടെലിസ്കോപ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സ്പേസ് ഇങ്ങനെ ഓരോ നിമിഷവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അങ്ങനെ കുറെ ടെലിസ്കോപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് പോയിട്ടുള്ളത് നമുക്കറിയാം ഹബിൾ ടെലിസ്കോപ്പ്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു നമ്മുടെ ഈ ISROയും ഇതുപോലെ ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അവരും റീസെന്റ് സ്പേസിലേക്ക് കൊണ്ടുപോയി വെക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. അടുത്തൊരു ബയോസ്ഫിയറിനെ കുറിച്ചാണ്, നീലഗിരി ബയോസ്ഫിയർ അഥവാ NBR. നീലഗിരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ തന്നെ ബയോസ്ഫിയർ ആണ്. കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന, തമിഴ്നാട്ടിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന വെസ്റ്റേൺ ഗാർഡ്സ് സഹ്യപർവ്വതത്തിന്റെ വെസ്റ്റേൺ പശ്ചിമഘട്ടത്തില് കിടക്കുന്ന ഒരു റിസർവ് ആണ് നീലഗിരി. അപ്പൊ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ 1986 വന്നിട്ടുള്ള ഫസ്റ്റ് ബയോസ്ഫിയർ. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ. അപ്പൊ നമ്മുടെ 3 സംസ്ഥാനങ്ങൾ, തമിഴ്നാടും ഉണ്ട്, കേരളമുണ്ട്, കർണാടക. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ടൈപ്പ് വെജിറ്റേഷൻസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലോറ, ചെടികളുണ്ട്, ഫോണ, ജീവികളുണ്ട്. ഇതെല്ലാം ഈ ഏരിയയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ നീലഗിരി ബയോസ്ഫിയറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. Okay, and the next one is about the Commonwealth Legal Education Association അഥവാ CLEA. നമ്മുടെ പ്രൈം മിനിസ്റ്റർ കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ CLEA എന്ന പേരില് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള വക്കീലന്മാർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വക്കീലന്മാർ അല്ലെങ്കിൽ ഗവൺമെന്റ് വക്കീലന്മാരാണ് സോളിസിറ്റേഴ്സ്, സോളിസിറ്റർ ജനറൽസ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഇംഗ്ലീഷ്, മറ്റേ ഇംഗ്ലണ്ട് പോലെ ഇംഗ്ലീഷിന്റെ കീഴിൽ, ഇംഗ്ലണ്ടിന്റെ കീഴിൽ പണ്ട് അടിമകളായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളാണ് ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷുകാരിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മോചിച്ച് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെല്ലാം ചേർന്ന് വിളിക്കുന്നതിന് നമ്മൾ കോമൺവെൽത്ത് എന്ന് പറയാം. ആ രാജ്യങ്ങളിലുള്ള വലിയ ടോപ്പ് വക്കീലന്മാരുടെ ഒരു അസോസിയേഷന് ഫ്യൂച്ചറിൽ ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അതാണ് CLEA ശരിക്കും പറഞ്ഞു. അപ്പൊ എന്താ അതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണ്? ഇതുണ്ടോ, ക്രോസ് ബോർഡർ ചലഞ്ചസ് ഇൻ ജസ്റ്റിസ് ഡെലിവറി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിലെ നിയമമില്ല ശ്രീലങ്കയിലെ നിയമം, ശ്രീലങ്കയിലെ നിയമമായിരിക്കില്ല തായ്ലൻഡിലെ നിയമം, തായ്ലൻഡിലെ നിയമമായിരിക്കില്ല ചൈനയിലെ നിയമം. അപ്പൊ ഇങ്ങനെ ഒരു അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീതി നടപ്പാക്കാൻ, ജസ്റ്റിസ് ഡെലിവറിക്ക് ഉണ്ടാവും. അതിനുവേണ്ടി 1971 ലണ്ടൻ ആസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പരിപാടി ലോഞ്ച് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ലീഗൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും പ്രൊമോട്ടിംഗ് ദ ഹൈ സ്റ്റാൻഡേർഡ് ലീഗൽ കൊടുക്കാൻ ഉദ്ദേശിക്കും. അപ്പൊ ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ ഏഷ്യൻ രാജ്യങ്ങൾ വരുന്നുണ്ട്, സദേൺ ആഫ്രിക്ക വരുന്നുണ്ട്, വെസ്റ്റ് ആഫ്രിക്ക വരുന്നുണ്ട്, കരീബിയൻ യൂറോപ്പ് രാജ്യങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കഥകൾ, പബ്ലിക്കേഷൻ, റിസർച്ച്, അതുപോലെ ലെക്ചർ സീരീസ് നടത്തുക, കരിക്കുലം ഉണ്ടാക്കുക, പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ CLEA എന്നൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ മോഷൻ ഓഫ് താങ്ക്സ്, പ്രസിഡന്റിന്റെ സ്പീച്ചിനെ കുറിച്ചുള്ളതാണ്. രണ്ടാമത് മൈ ഭാരത് എന്ന വെബ്സൈറ്റിനെ കുറിച്ച് നോക്കണം. ആൻഡ് ദ തേർഡ് വൺ ഈസ് അബൌട്ട് ദ ഇൻഡെക്സ്. എന്താണ് ഓഫ് ഈ
for industries. Okay. The fourth topic, it's about the James Webb Space Telescope and Nilagiri Biosphere Reserve. And the last one is about the Legal Education Association. Commonwealth രാജ്യങ്ങൾ